സംസാരിക്കുന്നത്, ഞങ്ങൾ പറയാൻ പോകുന്നത് നിങ്ങൾ ഏറ്റു പറയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. തുടങ്ങാം തുടങ്ങാം തുടങ്ങാം. അപ്പൊ സേ നോ ടു ഡ്രഗ്സ്. ഇതിന്റെ ശിക്ഷാവിധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി ഉപയോഗത്തിന് ശിക്ഷ 1 കൊല്ലം മുതൽ 20 വർഷം വരെയുള്ള തടവ് ശിക്ഷയും, വ്യാവസായികമായ ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുകയാണെങ്കിൽ മരണശിക്ഷ വരെ കിട്ടാവുന്ന സെക്ഷനുകളാണ് NDPS ആക്ട് പ്രകാരം ഉള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം, എന്ത് പറയാം, എനിക്കൊരു എഴുത്തുകാരനാകാൻ അതിനുവേണ്ടിയാ പഠിച്ചതൊക്കെ. പക്ഷേ എന്റെ അച്ഛനും അമ്മയും എന്നെ നിർബന്ധിച്ച് എഞ്ചിനീയറിംഗിൽ ചേർത്തു. അവിടെ പറയുന്നതും പഠിപ്പിക്കുന്നതും ചെയ്യുന്നതും ഒരു എന്റെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന്റെ റിസൾട്ട് വന്നു. 8 നില. ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പരീക്ഷയിലും തോൽക്കാത്ത എനിക്ക് ഞാൻ അത് തളർന്നു. അപ്പൊ തോന്നിയ ഒറ്റ ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. അന്ന് എന്റെ ചങ്ങായിമാരാണ് എന്നെ രക്ഷിച്ചത്. ഓലിന്റെ കുറെ തല്ലി. എന്നിട്ട് അതിലൊരുത്തൻ എന്നോട് പറഞ്ഞു, എടാ ഈ ജീവിതം എന്ന് പറയുന്നുണ്ട് അത് അവസാനിപ്പിക്കാനുള്ളതല്ല, അത് ആഘോഷിക്കാൻ, അത് അർമ്മതിക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ കയ്യിലേക്ക് ഒരു പൊതി വെച്ചു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഇതൊന്നും കൊള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യമൊന്നും വഴങ്ങിയില്ലെങ്കിലും അപ്പത്തെ എൻ്റെ ഒരവസ്ഥയിൽ എനിക്കത് ഉപയോഗിക്കേണ്ടി വന്നു. പിന്നെ അത് ശീലമായി, ഒഴിവാക്കാൻ പറ്റാത്ത ശീലം. നിരന്തരമുള്ള ഉപയോഗം കാരണം എനിക്ക് തീരെ വിശപ്പില്ല, തീരെ ഉറക്കമില്ലാതായി. ഞാൻ പലതും മറന്നു. എന്തിനു പറയും, ഞാൻ എൻ്റെ സെമസ്റ്റർ എക്സാം വരെ മറന്നു. പിന്നെ എനിക്ക് എൻ്റെ അക്കാഡമിക് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അത് ഭയങ്കര അബദ്ധമായി. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു ദിവസം പോലീസ് പിടിച്ചു. അന്ന് സ്റ്റേഷനിൽ എൻ്റെ മുന്നിലിരുന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് കരഞ്ഞു. അവർക്ക് വിഷമം തോന്നിയെങ്കിലും കരയാൻ സാധിച്ചില്ല. ഒന്നും പറയാനും. സത്യം പറഞ്ഞ ഞാനൊരു ഭ്രാന്തനെ പോലെയാ. പ്രത്യേകിച്ച് ഒരു number 27. Yes. അത് തന്നെ
ശരിക്കുള്ള ക്രിസ്പോ ആ മുടി നീട്ടി വളർത്തിയ അർജന്റീനക്കാരൻ ഫുട്ബോൾ കളിക്കാരൻ തന്നെ. എന്റെ കളി കണ്ടിട്ട് അന്ന് ഗ്യാലറിയിൽ ഉണ്ടായിരുന്ന ആരോ ഒരാൾ വിളിച്ചു തുടങ്ങിയതാണ്. പിന്നെ എന്റെ പേര് ഞാൻ തന്നെ മറന്നു. അല്ല, അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടവും. എന്റെ ഓർമ്മ വച്ചപ്പോ തുടങ്ങി ഇതിന് പുറകെയുള്ള ഈ ഓട്ട് കുറെ ദൂരം ഓടി. ഇപ്പൊ പന്ത് കിട്ടുന്നുണ്ടിട്ടാ ഞാനും പന്ത് കെട്ടി തുടങ്ങിയത്. ഈ മൈതാനത്തിന്റെ നടുക്കോട്ടെത്തുമ്പോഴേക്കും എല്ലാരും ഇങ്ങനെ ഉറക്ക വിളിക്കും, കൊറേ കളി കളിച്ചു. പക്ഷെ ഇടയ്ക്ക് ഞാൻ തളർന്നു തുടങ്ങി. അപ്പൊ എന്റെ കോച്ചാ എനിക്ക് ആദ്യമായിട്ട് ആ സമ്മാനം തന്നതേ. പിന്നെ കളിച്ചു, തളർന്നപ്പോ പിന്നെ സമ്മാനം പുതിയ വന്നു. പക്ഷേ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ഓർക്കാൻ മറന്നു തുടങ്ങി. എനിക്ക് ഓർക്കാൻ പറ്റും. പിന്നെ ഈ പന്തിന് ഇറങ്ങിയുള്ള ഓട്ടം, പന്തിന് ഇറങ്ങി ഓടാൻ പറ്റും. മറന്നു. I learned about football with my life. പിന്നെ എന്നെ അറിയാൻ പറ്റുന്നില്ല, മറന്നുകൂടാ. I'm Crispo, cell number 27, Mandela Silent Trivandrum. I'm Crispo, cell number 27. എനിക്ക് ഭയങ്കര ക്ഷീണം, വർക്ക് നടക്കുന്നില്ല. ഇതൊക്കെ വേറൊരു റിലീഫിന് എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല, കാരണം ഞാൻ 4 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും, ഒരു കുഴപ്പമില്ല, ഭയങ്കര എനർജിയാണ്. ആരൊക്കെ എന്നെ കാണുന്നൊന്നും ആരോട് സംസാരിക്കുന്നു, എന്താ ചെയ്യണമെന്നില്ല. ഞാൻ ഉറങ്ങിപ്പോവാന്ന് കരുതുന്നു, കട്ടായി പോകും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി, പറ്റുന്നില്ല, തീരെ വയ്യാണ്ടായി. ഞാൻ പതുക്കെ റിസൈൻ ചെയ്യും, ഹോസ്റ്റലിൽ തന്നെ ഇരിക്കും, പുറത്തു പോകാൻ പറ്റില്ല. കാരണം വെളിച്ചൊക്കെ ഭയങ്കര പേടി, ആൾക്കാരെ കാണുമ്പോൾ പേടി, ഭയങ്കര ടെൻഷനൊക്കെ. കുറെ ആള് നിന്നപ്പോൾ കയ്യിൽ പൈസ ഒന്നും ഇല്ലാണ്ടായി, ജോബൊന്നുമില്ല, വീട്ടിലേക്ക് പോരുന്നു. വീട്ടിലെത്തിയപ്പോൾ പിന്നെ പെട്ടു. അവരുടെ അടുത്തൊക്കെ സംസാരിച്ചെങ്ങനെയാന്ന് എനിക്ക് ഓർമ്മയില്ല. അവരൊക്കെ പുതിയ ആൾക്കാരെ പോലെ തോന്നുന്നു. അവിടെ ഒന്നും സംസാരിക്കാൻ പറ്റാണ്ടായപ്പോ മാറി. ഞങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട്. ഒരേ ശരീരത്തിൽ തന്നെ പലതരം മരണങ്ങൾ. മരിച്ച് ഒടുക്കം മരിക്കാൻ മരണം പോലും ഇല്ലാത്ത അവസ്ഥ. യെസ്,
ഓർമ്മക്കുറവിനാണ് തുടക്കം, അത് പതുക്കെ ശീലമാകും. പിന്നെ ഒടുക്കം ബ്രെയിൻ ഡെത്ത്, സമ്പൂർണ്ണ മരണം. ജീവന്റെ പശ്ചാത്തല സംഗീതം. And before that background music ends, രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നു. And the heartbeat slows down, making every single waves and muscles explode, ending the music of life forever. കരള് വിങ്ങി, പണി മുടക്കി, ശരീരം എപ്പോഴോ തന്നെ മരിച്ചിരിക്കുന്നു. അനേകം കോടി ക്യാൻസർ പേഷ്യന്റുകൾ ആമാശയത്തിലും അന്നനാളത്തിലും മൂത്രസഞ്ചിയിലും ക്യാൻസറിന്റെ സെല്ലുകൾ തിങ്ങി നിറഞ്ഞു. ക്ഷയരോഗം, ശ്വാസകോശ തടസ്സങ്ങളാണെങ്കിൽ വേറെ. പ്രമേഹത്തിന്റെ പിടിയിലാണ് പാൻക്രിയാസ്. അതിനിടയിൽ ലൈംഗികാവയവങ്ങൾ ചത്തുമരവിച്ച് ഷണ്ടത്വത്തിനടിയിൽ എന്നെ അകപ്പെട്ടു. മയക്കുമരുന്നൊരു മരണമാണ്. Drugs! It is death itself! So, say no to drugs! Say no to drugs! Say no to drugs. Please, take him away! ക്രമേണ എനിക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥയായി. ഒരിക്കൽ എന്റെ മകൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നില്ല. എല്ലായിടത്തും അലഞ്ഞു അന്വേഷിച്ചു. രാത്രിയായപ്പോൾ അവളെ കിട്ടി. സ്കൂളിൽ ഒരു ബെഞ്ചിൽ തളർന്നു കിടന്നു. ഞാൻ
അശ്രദ്ധമായി വെച്ചിരുന്ന ലഹരി അവൾ എടുത്തു, അവളുടെ കൂട്ടുകാർക്ക് കൊടുത്തു. എല്ലാവരും അത് ഉപയോഗിച്ചു. ആ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ മകൻ ഒടുവിൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നാട്ടിൽ തെരുവ് നായ്ക്കളോടൊപ്പം അലഞ്ഞു നടന്നു. ആളുകൾ കല്ലെറിഞ്ഞു. അങ്ങനെ അങ്ങനെ അവസാനം നാട്ടുകാരെന്നെ കൊന്നു. ഞാനൊരു കഥാകാരൻ, നിഴലിനെ പ്രണയിക്കാൻ ശരീരമായ തമസ്കരിച്ച വികാരങ്ങളെ ലോകത്തിനായി തൂലികയിൽ പടർത്തിയവൻ. പാടി നടന്നിട്ടുണ്ട്. എന്റെ ചുറ്റും കൂടി നിൽക്കുന്ന യുവരക്തങ്ങളോട് ലഹരി തോന്നുമ്പോൾ അവരുടെ സന്തോഷകരമായ നിമിഷങ്ങളെ ലഹരിയിൽ പൊതിഞ്ഞ് എന്റെ വാക്കുകൾ കൊണ്ട് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ആനന്ദം കണ്ടെത്തിയിരുന്നു. ആനന്ദം കണ്ടെത്തി. എന്റെ സഹായത്താൽ എന്റെ മനസ്സിനെ രാസലഹരിയാൽ ആക്രമിക്കാൻ ഞാൻ തന്നെ സഹായിച്ചപ്പോ സന്തോഷം, നല്ല ഓർമ്മകൾ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്ന് സംഗീതം, വായന, ചിത്രം, സിനിമ, അതിലെന്റെ ജീവിതവും ജനഹൃദയങ്ങളിലെ എന്റെ പേരിനെ, എന്റെ സ്വാധീനത്തെ ഉപയോഗിച്ച് രാസലഹരിയുടെ മൂഢചിന്തകളെ, വികാരങ്ങളുടെ മേൽ കയറി നിന്ന് ഓരോ യുവരക്തത്തോടും ഞാൻ പ്രസംഗിച്ചു നടന്നു. പറയുന്ന തെറ്റല്ല ഞാൻ ചെയ്തത് എനിക്കറിയാം. എങ്കിലും യുവരക്തങ്ങളെ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ കഴിവിനെ ഒരിക്കലും രാസലഹരിക്ക് വേണ്ടി എന്നെ പോലെ കൊല ചെയ്യപ്പെട്ടതും ഇപ്പോഴും ജീവച്ചാവുമായി ജീവിക്കുന്നതുമായ 400-ലേറെ കേസുകളുണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഞങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യം തന്നെ ഞങ്ങൾ വളർത്തി. ഞാനും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ചേട്ടനെ പരിചയപ്പെട്ടത്. ആ പരിചയം പിന്നെ ഒരു പ്രണയമായി. ആ സമയത്ത് ആ ചേട്ടൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പുസ്തകം തരുമായിരുന്നു. ഒരു ദിവസം ഞാൻ ആ പുസ്തകം തുറന്നു നോക്കി. ചെറിയ 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 കഷ്ണങ്ങൾ, കടലാസിൻ്റെ കഷ്ണങ്ങൾ, പിന്നെ പാക്കറ്റുകളൊക്കെ. ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഞാനിനി കൊണ്ടുപോകില്ല പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ ചോദിച്ചിരുന്നു,
അതെന്താണ് അപ്പൊ അവളെ പറഞ്ഞത് ആ ചേട്ടൻ എന്തോ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ചേട്ടനോട് അങ്ങനെ പറഞ്ഞു. ആ ചേട്ടൻ പോകുന്ന വഴിയിലൊന്നും ഞാൻ പോവാറില്ല. പക്ഷെ ആ ചേട്ടനെ ഫോൺ എടുക്കില്ല. ഒരു ദിവസം ഞാൻ PSCക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഫേയിൽ പോയി. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോ ആ ചേട്ടൻ മുമ്പിൽ നിൽക്കുന്ന നീ എന്താ ഫോൺ എടുക്കാത്തത്? നിനക്കെന്താ ഫോൺ എടുത്തൂടെ എന്നൊക്കെ ആ ചേട്ടൻ എന്നോട് ചോദിക്കുക. ഞാൻ ആകെ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു ചേട്ടൻ ഇനി നമ്മൾ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എൻ്റെ അടുത്തേക്ക് എൻ്റെ നേരെ കൈ നീട്ടിക്കൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു എന്നാ ശരിയെന്ന്. പിന്നെ ഞാൻ നോക്കുമ്പോൾ കടയിലൊക്കെ ആൾക്കാരിങ്ങനെ ഓടി എൻ്റെ അടുത്തേക്ക് വരുന്നു. അവർക്ക് എന്തൊക്കെയോ നിലവിളിക്കണം പറയണുണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ മേലെ ആകെ ഇങ്ങനെ ചൂടിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെയാണ് ആ ചൂട് തണുപ്പായിട്ട് മാറുന്നത് ഞാൻ അറിയുന്നത്. അറിയുമ്പോൾ എൻ്റെ മേൽ കൂടെ കഴുത്തിൻ്റെ ഉടനെ ചോര ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇന്നലെ രാവിലെ 6 മണിക്ക് കൃത്യം 6 മണിക്ക് മരിച്ചു. വൈകുന്നേരം കൃത്യം 6 മണിയായപ്പോൾ എന്നെ ഇവിടെ കൊണ്ടടക്കി. എൻ്റെ പേര് മോഹനൻ. ഒരു ഭാര്യയുണ്ട്, 4 വയസ്സായ ഒരു കുട്ടിയുണ്ട്. കല്യാണത്തിന് മുന്നേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇതുവരെയൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് കല്യാണം കഴിഞ്ഞു. 4 വയസ്സായ കുട്ടിയുണ്ടായ ശേഷം ഞാൻ വലിയ പ്രശ്നമൊന്നും പോയി. പക്ഷേ ഒരു ദിവസം രാവിലെ ഞാൻ എണീറ്റു. എൻ്റെ കൊച്ച് എൻ്റെ ഇടത് ഭാഗത്ത് ഇങ്ങനെ കിടന്നു. എൻ്റെ ഇടത്തെ കൈ എൻ്റെ വയറിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഉറങ്ങിപ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ രാത്രി കിടന്ന് കൂർക്കം വലിക്കുമ്പോൾ വയറിങ്ങനെ വലുതായി വരുമ്പോൾ കൊച്ചിൻ്റെ കൈ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ പോകും, ഇങ്ങനെ താഴ്ന്നു വരും, ഇങ്ങനെ പൊങ്ങിപ്പോകും, ഇങ്ങനെ താഴ്ന്നു വരും. അന്ന് ഞാൻ ഇങ്ങനെ എണീറ്റു. അപ്പോൾ കൈ ഇങ്ങനെ ഇറുകി ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പോകും. എൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നടന്ന് കുലുങ്ങുന്നത് പോലെ ഇരിക്കുന്നത്. കൊച്ചിൻ്റെ പേരോർമ്മ ഞാൻ കൈ മാറ്റി നേരെ കണ്ണാടിക്ക് മുന്നിലേക്ക് പോയി നിന്ന് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് ഞാൻ ഇങ്ങനെ ആദ്യം എൻ്റെ പേര് എനിക്ക് മറന്നുപോയി. പിന്നെ ഞാൻ എൻ്റെ അമ്മേൻ്റെ പേര് ഓർമ്മിക്കാൻ നോക്കി, അത് മറന്നുപോയി. പിന്നെ എൻ്റെ ഭാര്യയുടെ പേര് ആലോചിക്കാൻ നോക്കി, അതും പോയി. നിങ്ങൾ ആലോചിക്കണം, കൊച്ചിൻ്റെ 22-ന് അന്ന് ഞാനാണ് ആ പേര്.
കൊച്ചിൻ്റെ അച്ഛനായ എനിക്ക് ആ പേര് മറന്നുകൊണ്ട് എന്തായിരിക്കും കാരണം? ഞങ്ങളുടെ നാട്ടിൽ കുറേ കൂട്ടുകാരന്മാരുണ്ട്. 4 പേരിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരന്മാരാണ്. 3 പേര് മരിച്ചു പോയി. ഏറ്റവും അവസാനത്തെ ആളാണ് ഞാൻ മരിച്ചു. ഈ 3 പേര് മരിച്ചത് ഒരാൾക്ക് സ്ഥാനം അടിച്ചു പോയി, അവിടുത്തെ ഹൃദയം അടിച്ചു പോയി, ഒരാൾക്ക് കിഡ്നി ഫെയിലിയറായി, ഒരാൾക്ക് ലിവർ എന്തോ പ്രശ്നമായി. ഞങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ ചെറിയ ഒത്തുകൂടൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എൻ്റെ അമ്മ സത്യം, ദൈവത്തിനാണ് സത്യം, കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. കുട്ടി ഉണ്ടായ ശേഷം ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കെൻ്റെ വീടിൻ്റെ അഡ്രസ്സ് തപ്പിയെടുക്കാൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ആശുപത്രി വിളിച്ചു. എൻ്റെ പേഴ്സണലി പരിചയമുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ആശുപത്രിയിലേക്ക് വരാൻ വേണ്ടി. ഞാൻ ഓടിപ്പോയി. കാരണം എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് പോയി, ഫുള്ള് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഡോക്ടറോട് ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 6-7 മാസം നിന്ന് ചികിത്സ എടുക്കണം. ഡി അഡിക്ഷൻ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. ഞാൻ നല്ല വലിയ കുടി കുത്തിക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ സത്യം കല്യാണം കഴിഞ്ഞ ശേഷം ഒന്നും ചെയ്തിട്ടില്ല. കുട്ടി ഉണ്ടായാലും തീരെ ചെയ്തിട്ടില്ല. കാരണം എനിക്ക് നല്ലൊരു ജീവിതമാണെന്ന് എനിക്ക് തന്നെ ആഗ്രഹം ഉണ്ടായി. ഞാൻ അതിൽ നിന്നൊക്കെ വിട്ടതാണ്. പക്ഷേ സൗകര്യമായിട്ടൊരു ജീവിതം ജീവിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഈ പരിപാടിയൊക്കെ വന്നത്. അങ്ങനെ ആശുപത്രി പോയി ഡോക്ടറോട് കാര്യം പറഞ്ഞു. ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് മാറ്റിയെടുക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 6 മാസം അവിടെ കിടന്നു. അതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിട്ട് എനിക്ക് ഈ വിറയിൽ കൈ ഇങ്ങനെ നടന്ന് വിറയ്ക്കും. ഇങ്ങനെ പിടിച്ച് നിർത്തും, ഇങ്ങനെ നടന്ന് വിറയ്ക്കും. ഇങ്ങനെ പിടിച്ചിങ്ങനെ നിർത്തിയാലിങ്ങനെ നിൽക്കും. ചോറിന് പോകുമ്പോൾ ഇങ്ങനെ വായിക്കാത്ത ചോറിനെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ വായിക്കാത്ത ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് ഒരു സംഭവമില്ല, ഒരു പ്രശ്നമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും എൻ്റെ അവസ്ഥ. എന്നിട്ട് ഇന്നലെ രാവിലെയാണ് ഞാൻ മരിച്ചത്. മരിച്ചതൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവൾ ജീവിക്കും, വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, അത് ജീവിക്കും. പക്ഷേ എൻ്റെ കൊച്ചിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ചേട്ടൊന്ന് ആലോചിച്ചു നോക്കണം. നിങ്ങളെ മോക്ക്, നിങ്ങളെ സ്വന്തം മോക്ക്, നിങ്ങളെ ചോര പറഞ്ഞ നിങ്ങളെ മോക്ക് നിങ്ങൾ പേരിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പേര് ഓർമ്മില്ല. ഓട്ട് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് സ്വന്തം പെറ്റാളുടെ പേര് ഓർമ്മിക്കാൻ പറ്റാത്ത മാറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും പറയാം അവിടെ കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? സ്വന്തം പെറ്റാളുടെ പേര് ഓർമ്മിക്കാൻ പറ്റാത്ത പിന്നെ ജീവിച്ചിരിക്കുന്നു. അതിൻ്റെ കാര്യമില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ബോധം വേണം പറഞ്ഞാൽ മരിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ ഉണ്ട്, അത് നോക്കിയാൽ മതി. എൻ്റെ പേരുണ്ട് അവിടെ. ഇത് നോക്കിയാൽ മതി. എല്ലാവർക്കും പാടമുണ്ട്. ആ പേരവിടെ ഉണ്ട്, മോഹനൻ കേട്ടോ. വീടിൻ്റെ പുറവശത്ത് നടക്കിയത് എങ്ങനെ ജീവിക്കാൻ പറഞ്ഞിട്ട് കാര്യം. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ലഹരിമുക്ത ക്യാമ്പയിൻ എന്ന കേരള സർക്കാരിന്റെ പരിപാടിയുടെ ഭാഗമായിട്ടാണ് Say no to drugs! Say no to drugs! Say no to drugs!